നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പലരും പറയുന്ന പോലെയും കരുതുന്ന പോലെയും ഒന്നുമല്ല കാര്യങ്ങൾ. സൗദി അറേബ്യൻ പ്രോ ലീഗ് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ ടോപ്പ് ലീഗായിട്ട് അത് മാറും എന്ന് പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ. പോർച്ചുഗീസ് മാധ്യമം റെക്കോർഡിന് അദ്ദേഹം ഇപ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പുതിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നു. സ്പോർട്ടിംഗ് സിപ്പിയിലേക്ക് അദ്ദേഹം മടങ്ങുമോ, ഈ കാര്യത്തിനൊക്കെ അദ്ദേഹം ഉത്തരം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ സ്പോർട്ടിംഗ് സിപിയിലേക്ക് മടങ്ങുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അൽ നസറിൽ ഞാൻ ഈ വർഷം തുടരും, അടുത്ത വർഷവും തുടരും എന്നുള്ളത്. സൗദി അറേബ്യയിൽ ഞാൻ ഹാപ്പിയാണ്. അവരെന്നെ നല്ല രൂപത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. മാത്രമല്ല സൗദി അറേബ്യൻ പ്രോ ലീഗ് ആ ടൂർണമെന്റിന് വലിയ പൊട്ടൻഷ്യൽ ഉണ്ട്. അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പലരും കരുതുന്ന പോലെയല്ല കാര്യങ്ങൾ. അതിവേഗം സൗദി അറേബ്യൻ പ്രോ ലീഗ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സൗദി അറേബ്യ 2034 വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനർത്ഥം എന്താ? ലീഗ് ഒരു 10 വർഷം കൂടി അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുമെന്നാണ്. ഞാൻ വിചാരിക്കുന്നു 2-3 വർഷങ്ങൾ കൊണ്ട്, ഇപ്പോൾ മുതൽ ഒരു 2-3 വർഷങ്ങൾക്കുള്ളിൽ സൗദി അറേബ്യ വിൽ ബി അറ്റ് ദി ടോപ്പ് ഓഫ് ദി വേൾഡ് ലീഗ്സ് ഇൻ മൈ ഒപ്പീനിയൻ എന്ന് അദ്ദേഹം പറയുന്നു. അടുത്ത 2-3 വർഷങ്ങൾക്കുള്ളിൽ സൗദി അറേബ്യ ഫുട്ബോൾ ലീഗുകളുടെ, ലോകത്തെ ഫുട്ബോൾ ലീഗുകളുടെ തലപ്പത്തേക്ക് എത്തും എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ പറയുന്നത്. ഏതായാലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഇക്കാര്യത്തിലുണ്ട്. ക്രിസ്ത്യാനോ ഗ്ലോബ് സോക്കർ അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് തന്നെ പറഞ്ഞു, ഫ്രഞ്ച് ലീഗ് 1 ഇപ്പോഴേ സൗദി അറേബ്യൻ ലീഗ് മുന്നിലാണ് എന്ന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.